ചൈന രഹസ്യമായി ചതിക്കുന്ന രാഷ്ട്രമാണെങ്കിൽ അമേരിക്ക കൂടെ നിന്ന് പരസ്യമായി കാലുവാരുകയും പിന്നിൽ നിന്ന് കുത്തുകയും ചതിക്കുകയും ചെയ്യുന്ന രാഷ്ട്രമാണ്. യുക്രൈൻ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടേണ്ട ആവശ്യം അമേരിക്കയ്ക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ കാരണം റഷ്യ ജർമ്മനിയിലേക്ക് ഒരു പൈപ്പ് ലൈൻ തുടങ്ങുന്നുണ്ട്. ആ പൈപ്പ് ലൈൻ വഴി റഷ്യൻ എണ്ണ ജർമ്മനിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, യൂറോപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളറിന് വലിയ പ്രശ്നം സംഭവിക്കും. അതുകൊണ്ട് റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തണം. നോക്കുമ്പോൾ യുക്രൈനെ നാറ്റോയിൽ അംഗമാക്കുക. അതോടുകൂടി റഷ്യയ്ക്ക് ഹാലവും യുക്രൈനുമായി യുദ്ധം ആരംഭിക്കും. അങ്ങനെ യുക്രൈനെ റഷ്യയുമായി യുദ്ധത്തിൽ ഏർപ്പെടുത്തി യുക്രൈന് വേണ്ട സകല കാര്യങ്ങളും ചെയ്തു കൊടുത്ത് യുക്രൈന് ആയുധങ്ങൾ കൊടുത്ത് ആയുധങ്ങൾ യുക്രൈൻ കൊടുക്കുമ്പോൾ അമേരിക്ക ചെയ്യുന്നത് യുക്രൈൻ്റെ ഓരോ ഭാഗങ്ങളായി അമേരിക്കയുടെ ആയുധ വ്യവസായികൾക്കും മറ്റ് കമ്പനികൾക്കും തീരെഴുതിക്കൊണ്ടേയിരുന്നു. ഇങ്ങനൊരു സാഹചര്യം വന്ന് അവസാനം യുദ്ധം നിർത്താനായി അമേരിക്ക ശ്രമിക്കുകയാണ്. എങ്ങനെയാണ്? യുക്രൈനെ പല കഷ്ണങ്ങളാക്കി റഷ്യയിലേക്ക് വീണ്ടും തിരിച്ചേൽപ്പിച്ചാണ് ഇപ്പോൾ യുദ്ധം നിർത്താൻ ചിന്തിക്കുന്നത്. അപ്പോൾ യുക്രൈനിലെ ജനങ്ങളുടെ ആത്മാഭിമാനത്തിന് എന്താണ് വില എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതിനൊന്നും അമേരിക്കയ്ക്ക് മുമ്പിൽ ഒരു വിലയുമില്ല. അതുകൊണ്ടാണ് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയെ ഒരു പടിക്ക് പുറത്ത് നിർത്തിയിരിക്കുന്നത്. അമേരിക്ക എന്ത് പറഞ്ഞാലും ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് നോക്കാനറിയാം എന്ന് ഇന്ത്യ പറയുന്നത്. ഇപ്പോഴിതാ ട്രംപിന് നോബൽ സമ്മാനം വേണം. ഈ നോബൽ സമ്മാനം നേടിയെടുക്കാൻ എന്ത് തറവേലയും ട്രംപ് കാണിക്കുമെന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് യുക്രൈനെ ഇപ്പോൾ അമേരിക്ക ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് റഷ്യ പറയുന്ന ആ സ്ഥലം അത് അവർക്കങ്ങ് കൊടുത്തേക്കൂ, അത് യുക്രൈൻ്റെ സ്ഥലമാണ്, അത് അവർക്കങ്ങ് കൊടുത്തേക്കൂ. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ യുദ്ധം അവസാനിക്കും. ഡൊണറ്റക്സ് പോലുള്ള സ്ഥലങ്ങളും ക്രെംലിൻ പോലുള്ള സ്ഥലങ്ങളും അത് റഷ്യയ്ക്ക് കൊടുത്തേക്കൂ എന്നാണ് ഇപ്പോൾ ട്രംപ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം യുക്രൈൻ യുദ്ധം നടത്തിയത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യത്തിന് അമേരിക്കയുടെ ഒരു ചട്ടുകമായി മാത്രമാണ് യുക്രൈൻ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ പ്രവർത്തിപ്പിച്ചത് എന്ന് നമുക്ക് പറയേണ്ടി വരും. എന്തായാലും സമാധാനത്തിലുള്ള നോബൽ സമ്മാനം നേടാമെന്ന പ്രതീക്ഷയിൽ US പ്രസിഡന്റ് യുക്രൈൻ വിഭജനത്തിൻ്റെ അരികിൽ ഇരിക്കുന്നതായാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വാസ്തവത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം തടയാൻ അദ്ദേഹം എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. അടുത്തിടെ യുദ്ധവിഷയത്തിൽ അദ്ദേഹം റഷ്യൻ പ്രസിഡന്റ് പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. നേരത്തെ നാറ്റോയിൽ ചേരുമെന്ന് യുക്രൈൻ ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ അദ്ദേഹം പരസ്യമായി പറയുന്നത് യുക്രൈൻ ക്രിമിയ നഗരത്തെക്കുറിച്ച് മറക്കണമെന്നാണ്. ഇത് മാത്രമല്ല, ഡൊണറ്റ്സ്ക്, ലുഹാൻസ്ക് തുടങ്ങിയ വലിയ നഗരങ്ങൾ റഷ്യയ്ക്ക് നൽകുന്നതിലും ട്രംപ് ഇപ്പോൾ അനുകൂലമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ട്രംപും യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടക്കാനിരിക്കുകയാണ് റിപ്പോർട്ട്. ഇതിനിടയിൽ ക്രിമിയ, ഡൊണറ്റ്സ്, ലുഹാൻസ്ക് തുടങ്ങിയ പ്രധാന നഗരങ്ങൾ റഷ്യയ്ക്ക് കൈമാറുന്നതിനെക്കുറിച്ച് ട്രംപ് സെലൻസ്കിയുമായി സംസാരിക്കാനും സാധ്യതയുണ്ട്. ട്രംപും പുടിനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തുന്നതിനെക്കുറിച്ചുള്ള ചർച്ച പുറത്തു വന്നപ്പോൾ സെലൻസ്കി എതിർത്തു. ഞങ്ങളില്ലാതെ അമേരിക്ക പുടിനുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ്. യോഗത്തിൽ എന്ത് ചർച്ചകൾ നടന്നാലും ഞങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ ഒരു തീരുമാനവും ഞങ്ങൾ അംഗീകരിക്കില്ല എന്നാണ് ഇവർ പറഞ്ഞത്. എന്തായാലും അമേരിക്കൻ മാധ്യമങ്ങളിൽ ട്രംപിനെതിരെ രോഷം ഇരമ്പുകയാണ്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ട്രംപ് യുക്രൈനെ ദ്രോഹിച്ചുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത്. CNN, ന്യൂയോർക്ക് ടൈംസ് തുടങ്ങിയ മാധ്യമങ്ങൾ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയെ ട്രംപിൻ്റെ പരാജയമായിട്ടാണ് നയതന്ത്രപരമായി കാണുന്നത്. അമേരിക്കൻ മാധ്യമങ്ങൾ പറയുന്നത് അലാസ്കയിൽ നടന്ന കൂടിക്കാഴ്ച ട്രംപും അതായത് പുടിനും റഷ്യയ്ക്കും പ്രധാന ശ്രദ്ധാകേന്ദ്രമാകാൻ അവസരം നൽകിയെന്നാണ്. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തു വന്നതിൽ നിന്ന് പുടിൻ്റെ നിബന്ധനകൾ അംഗീകരിച്ചതിന് ശേഷമാണ് ട്രംപ് കൂടിക്കാഴ്ച നിർത്തിയതെന്ന് തോന്നുന്നു എന്നാണ് ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും ഇനി സെലൻസ്കിയുമായിട്ടാണ് ട്രംപ് കൂടിക്കാഴ്ച നടത്താനിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.